ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ആണ്. രാവിലെ ആയപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മാമി കുഞ്ഞോളെ ബർത്ത്ഡേ അല്ലേന്ന് ചെറിയൊരു സർപ്രൈസ് കൊടുത്താലോ എന്ന്. ഞാൻ പറഞ്ഞു ഓഫ്കോഴ്സ്, തീർച്ചയായും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് സൂര്യയിൽ ഇറങ്ങി 2 ഡ്രസ്സൊക്കെ എടുത്ത് അതിനുശേഷം നേരെ പോയത് കേക്ക് വാങ്ങാനാണ്. കേക്ക് റെസ്റ്റ് പോയപ്പോൾ ആകെ രണ്ട് കേക്കാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വൈറ്റ് ഫോറസ്റ്റും പിന്നെ ബട്ടർ സ്കോച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴയായിരുന്നു പുറത്ത്, അതുകൊണ്ട് തന്നെ കേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഡിക്കിയിൽ കൊണ്ട്. അതിനുശേഷം ഞങ്ങൾ അസിനെ കൂട്ടാൻ പോയി. അസിൻ ആരാന്ന് വെച്ചാൽ കുഞ്ഞോളെ ഫ്രണ്ടാണ്. കുഞ്ഞോളെ മാത്രമല്ല എന്റെയും കൂടി ഫ്രണ്ടാണ്. എന്റെ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്താണ് അവളുടെ വീട് വരുന്നത്. പിന്നെ അച്ചും കുഞ്ഞോളൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളെ മക്കളാണ്. അച്ചു മിലിറ്ററിയിലായതുകൊണ്ട് തന്നെ അവൻ നാട്ടിലില്ല. അതുകൊണ്ടാണ് എന്നെ വിളിച്ച് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞത്. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ സർപ്രൈസും കൊണ്ടുവരുന്നു. അതിന്റെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ അവൾ ഫേസിലുണ്ടായിരുന്നു. സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ, അവള് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ മോളേജ് വന്നു. അതിനുശേഷം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ അച്ചു വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു മിസ്സിംഗ് ഒക്കെ തോന്നി. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും നല്ല ജോലിയും അവന്റെ സ്വന്തം കാലം നിൽക്കാൻ അവന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കഴിവ് തന്നെയാണ്. അവൻ ഈ ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അവനിത് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷത്തോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആർമി എന്ന് പറയുമ്പോൾ ചെറിയൊരു പേടിയും സന്തോഷവും അഭിമാനവും ഒക്കെ കൂടിയിട്ടുള്ളതാണല്ലോ. ആ പേടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മാത്രമായിരുന്നു. അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക്. അവന്റെ ഒരൊറ്റ നിർബന്ധത്തിനാണ് അവൻ ഈ ഫീൽഡിലേക്ക് പോയത്. ഇന്ന് ഞങ്ങൾ അവനെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. കാരണം ഞങ്ങളെ കുടുംബത്തിലൊരു പട്ടാളക്കാരനായില്ലേ. അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ റോഡിൽ ചിനോന്റെ വണ്ടി ഉണ്ടായിരുന്നേ. വണ്ടി കണ്ടപ്പോൾ എനിക്ക് മുഖം ഭയങ്കര മിസ്സിംഗ് ആയിരുന്നേ. എന്ത് ചെയ്യാനാ ദാസ, എല്ലാം ശരിയാവും.